ധനഹ തിരുനാൾ. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ഇന്ന് ധനഹ തിരുനാൾ. നക്ഷത്രം മുന്നോട്ട് നയിച്ച 13 ദിനം. പൂജാരാജാക്കന്മാർ ബത്ലഹേമിൽ വന്നെത്തിയ ആ ദിനത്തെ ധനഹ തിരുനാളായി ആഘോഷിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. അതുകൊണ്ടാണല്ലോ യേശുവിന്റെ ജനന വാർത്തയുടെ അനുസ്മരണത്തിനായി കെട്ടിത്തൂക്കിയ നക്ഷത്രങ്ങൾ ധനഹ തിരുനാൾ കഴിയുമ്പോൾ അഴിച്ചുമാറ്റുന്നത്. അവരെ വഴിനയിച്ച ആ പ്രത്യേക നക്ഷത്രം താൻ ലോകത്തിന് പ്രകാശമാണ് എന്ന അവന്റെ പ്രഖ്യാപനത്തിന്റെ മുൻനിഴലാണ്. അവൻ ദൈവപുത്രനായ യേശുക്രിസ്തുവാണ് എന്ന അഭിമുഖത്തോടെയാണ് തന്റെ സുവിശേഷം ആരംഭിക്കുന്നത്. തുടർന്നുള്ള ആ സുവിശേഷത്തിന്റെ അഭിമുഖമാണ് ഈ വാചകം. യേശു എന്ന പേരിന്റെ സ്ഥാനപ്പേരാണ് ക്രിസ്തു. അതുകൊണ്ടാണ് മർക്കോസ് അവനെ യേശു ക്രിസ്തുവെന്ന് അഭിസംബോധന ചെയ്യുന്നത്. അവൻ വരാനിരിക്കുന്ന മിശിഹായാണ്. മിശിഹ എന്ന വാക്കിന്റെ ഗ്രീക്ക് രൂപമാണ് ക്രിസ്ത്യൻസ്. ആ വാക്കിന്റെ ആംഗലേയ തർജ്ജമയാണ് ക്രൈസ്റ്റ്. അതിന്റെ മലയാളം രൂപമാണ് ക്രിസ്തു. യേശു എന്ന വാക്കിന്റെ ആംഗലേയ രൂപമാണ് യോശുവ. ഇസ്രായേൽ ജനത്തെ എപ്രകാരം ഈജിപ്തിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് നയിച്ചവേ, അതുപോലെ സ്വർഗമാകുന്ന വാഗ്ദത്ത നാട്ടിലേക്ക് മനുഷ്യവംശത്തെ നയിച്ചവനാണ് യേശു. ആദ്യം സുവിശേഷം എഴുതിയത് മർക്കോസാണ്. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് പല അധരങ്ങളിലൂടെയും മർക്കോസ് ഏറ്റുപറയുന്നുണ്ട്. ആദ്യം സ്നാപക യോഹന്നാന്റെ അധരത്തിലൂടെ, രണ്ടാമത്തേത് സ്വർഗം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവൻ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. മൂന്നാമത്തേതായി അശുദ്ധാത്മാക്കൾ അവനെ കണ്ടപ്പോൾ താണു വീണ് നീ ദൈവപുത്രനാണ് എന്ന് വിളിച്ചു പറയുന്നു. നാലാമത്തേതായി അവന്റെ പ്രബോധനങ്ങൾ, രോഗശാന്തികൾ എല്ലാം അവന്റെ ദൈവപുത്ര സ്ഥാനത്തെ വെളിപ്പെടുത്തുന്നു. അഞ്ചാമത്തേതായി പത്രോസിലൂടെ അത് ഏറ്റുപറയുന്നു. നീ സജീവമായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശുവിന്റെ കുരിശുമരണ സമയത്ത് സത്യമായി ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു എന്ന് ശതാധിപനെ കൊണ്ടും അത് വിളിച്ചു പറയിക്കുന്നു. ധനഹ എന്ന സുറിയാനി പദത്തിന്റെ അർത്ഥം സ്നാനപ്പെടുക അല്ലെങ്കിൽ വെളിപ്പെടുത്തുക എന്നതാണ്. യേശു ദൈവപുത്രനാണ് എന്ന് വെളിപ്പെടുത്തുന്ന ഏറ്റവും നല്ല വിശദീകരണമാണ് മർക്കോസിന്റെ